വസഅലഹാ സഅയഹ, പരലോകം പ്രാപിക്കാൻ വേണ്ടി അധ്വാനിക്കുകയും ചെയ്തവർ. വെറും അധ്വാനമല്ല, വഹുവ മുഅ്മിനുൻ, അവൻ അല്ലാഹുവിലും അന്ത്യ റസൂലിലും വിശ്വസിക്കുന്ന മുഅ്മിനായ മനുഷ്യനായിരിക്കെ പരലോകത്തിന് വേണ്ടി അധ്വാനിക്കുകയും ചെയ്താൽ, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹു നമ്മെ അക്കൂട്ടത്തിൽ പെടുത്തി തരട്ടെ. ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ, അവരുടെ അധ്വാനങ്ങൾക്ക് ഫലം ലഭിക്കും, അവരുടെ അധ്വാനങ്ങൾക്ക് അല്ലാഹു നന്ദി ചെയ്യും. കുല്ലൻ നുമിദ്ദു ഹൗലാഇ വഹൗലാഇ മിൻ അതാഇ റബ്ബിക് വമാ കാന അതാഉ റബ്ബിക മഹ്ദൂറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരുടെ കർമ്മങ്ങളാണോ സ്വീകരിക്കുന്നത്, ആരുടേതാണോ തിരസ്കരിച്ചു കളയുന്നത്, അല്ലാഹുവിന്റെ തീരുമാനം. ആർക്ക് ദുന്യാവ് വേണമോ അതാണോ ലക്ഷ്യം, അതിനുവേണ്ടിയാണോ അധ്വാനം, അവർക്കല്ല എല്ലാവർക്കും കൊടുക്കുമെന്നല്ല പറഞ്ഞത്. ലിമൻ നുരീദ് മാ നശാ, ഞാൻ എത്രയാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവരിൽ നാം ഉദ്ദേശിക്കുന്നവർക്ക് ഞാൻ ഒരുപാട് പൈസ കൊടുക്കും, ദുന്യാവിലെ സൗകര്യങ്ങൾ കൊടുക്കും. പക്ഷേ നാളെ പരലോകത്തവർക്ക് നരകമാണ്. യസ്ലാഹാ മദ്മൂമൻ മദ്ഹൂറാ. അല്ലാഹുവേ കാത്തുരക്ഷിക്കണേ റബ്ബേ. ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. പരലോകത്തിന് വേണ്ടി അധ്വാനിക്കാൻ പുറപ്പെട്ടവർ, നാളെ സ്വർഗമുണ്ട് എന്ന് ഉറപ്പുള്ളവർ, നാളെ സ്വർഗമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ, നാളെ അല്ലാഹു ചോദ്യം ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിച്ചവർ, നാളെ ഹിസാബുണ്ട്, വിചാരണയുണ്ടെന്ന് ബോധിച്ചവർ, അവർക്ക് അല്ലാഹു ആ സർവമാന സൽക്കർമ്മങ്ങൾക്കും അധ്വാനങ്ങൾക്കും അല്ലാഹു ഫലം നൽകും, ഗുണം നൽകും. അല്ലാഹുവേ, ഞങ്ങൾക്ക് പരലോകത്തിന് വേണ്ടി അധ്വാനിക്കാനുള്ള സൗഭാഗ്യം തരണേ റബ്ബേ. അതിന്റെ അർത്ഥം ഈ ഭൗതിക ലോകം തിരസ്കരിക്കലല്ല. ഭൗതിക ലോകത്ത് അല്ലാഹു നൽകിയ സംവിധാനങ്ങളെല്ലാം നാളെ പരലോകം പ്രാപിക്കാനുള്ള, പരലോകത്തിന്റെ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോ രണ്ട് ലോകവുമായി റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു സഅദ് തങ്ങളോട് വന്ന് പറയുന്നത് അങ്ങനെയാണ്. സഅദേ, ഞാൻ കണ്ണു കാണാത്ത ആളല്ലേ, എന്നെ നിർത്തിക്കോളൂ, ഇസ്ലാമിന്റെ പതാക പിടിക്കാൻ ഞാൻ ഓടിപ്പോവില്ല. ആരോടിയാലും ഞാൻ ഓടില്ല. എന്തുകൊണ്ട്? സഅദേ, എനിക്ക് കണ്ണു കാണില്ലല്ലോ, അതുകൊണ്ട് ശത്രുക്കളുടെ മുമ്പിൽ ധീരമായി പതാക പിടിക്കാൻ ഞാൻ ഒരുക്കമാണെന്ന് പറഞ്ഞ് അത് പിടിച്ചു വാങ്ങി നെഞ്ചിനോട് ചേർത്ത് വെച്ച് ലോകത്തോട് വിട പറഞ്ഞ സ്വഹാബിയാണ്, ഷഹീദാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു. രണ്ട് കണ്ണുകളെ കൊണ്ട് ഹറാമ് നോക്കുന്ന ചെറുപ്പക്കാരൊന്ന് ആലോചിക്കണം. അനാവശ്യമായ വീഡിയോകൾ കണ്ണുകൊണ്ട് കാണുന്നവരെ, അനാവശ്യമായ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നവരെ, അത് ആളുകളിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരെ, തിന്മകളിലായി സമയം ചെലവഴിക്കുന്നവരൊന്ന് ആലോചിച്ചു നോക്കണമേ. രണ്ട് കണ്ണും കാണാത്ത അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം തങ്ങൾ അല്ലാഹുവിന് ചെയ്തു കൊടുത്ത സേവനം, രണ്ട് കണ്ണുകൾ ഉണ്ടായിട്ട് എനിക്ക് അല്ലാഹു ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? എന്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലാഹുവിന്? മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന് കിട്ടിയ മകനെ പോലെ നല്ല ഒരു മകൻ അല്ലാഹു നമുക്ക് നൽകുകയായിരുന്നുവെങ്കിൽ, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മഹാനവറുകളെ വരാൻ പോകുന്ന സർവമാന ഖലീഫമാർക്കും മാതൃകയായി ലോകം കണ്ട തിരിച്ചറിഞ്ഞ പ്രഗത്ഭനായ അമവി ഭരണാധികാരിയായി ഉമ്മത്തിന്റെ ജാഹിദായവർ, പരിത്യാഗിയായവർ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് എന്നവരോട്, യാ ജാഹിദു, പരിത്യാഗിയായവരെ, ജാഹിദായവരെ, ഈ ലോകം ത്യജിച്ചവരെ എന്നൊരാൾ വിളിച്ചപ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ പറഞ്ഞ മറുപടി, എന്നെ ജാഹിദ് എന്ന് പറയല്ലേ, ഞാൻ എന്താണ് പരിത്യജിക്കാൻ, എന്താ എന്റെ കയ്യിലേക്ക് വന്നത്? പൈസ വന്ന് അത് ഉപയോഗിക്കാതെ
പൈസയുണ്ടായി, അതുകൊണ്ട് ആഖിറത്തിന് വേണ്ടി ചെലവഴിച്ചവരെ, അവരല്ലേ സാഹിദീങ്ങൾ. الزاهد عمر بن عبد العزيز أتته الدنيا وهي راغمة ثم زهد فيها. അബ്ദുല്ലാഹി ബിൻ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആണ് പരിത്യാഗി. അതതുഹു ദുനിയാ വഹിയ റാഗിമ. വേണ്ടാന്ന് വിചാരിച്ചിട്ടും ഐഹികമായ സംവിധാനങ്ങളും എല്ലാവിധ സജ്ജീകരണങ്ങളും ഐഹികമായ എല്ലാ സൗകര്യങ്ങളും മുമ്പിലേക്ക് വരികയും എന്നിട്ട് വേണ്ടെന്ന് വെക്കുകയും ചെയ്ത പരിത്യാഗിയാണ് ഭരണാധികാരിയും ഖലീഫയുമായിരുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങളുടെ പേരക്കുട്ടിയാണ്. അവരല്ലയോ സാഹിദ്? ഞാൻ എന്ത് സാഹിദാണെന്ന് ചോദിച്ച സാഹിദീങ്ങളുടെ നേതാവാണ് അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു. ആ മഹാനവറുകൾക്ക് ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയത് 17 വയസ്സുള്ള അബ്ദുള്ള എന്ന പ്രിയപ്പെട്ട മോനാണ്. അബ്ദുല്ലാഹി ബിൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. 17 വയസ്സാണ് പ്രായം. മഹാനവറുകൾ ഭരണാധികാരം ഏറ്റെടുത്തപ്പോ പ്രിയപ്പെട്ട മകൻ അബ്ദുള്ള വന്നിട്ട് പറഞ്ഞു, ഉപ്പാ അൽഹംദുലില്ലാഹ്, അല്ലാഹു ഉപ്പാ നിങ്ങൾക്ക് അധികാരം ഏൽപ്പിച്ചിരിക്കുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ജീവിതത്തിൽ ദൃഢമായ കാൽവെപ്പുകൾ എടുത്ത ആളാണ്. അവർ പറയുമായിരുന്നു, എപ്പോഴും ഏറ്റവും നല്ലത്, എപ്പോഴും ഏറ്റവും മുന്തിയത്, ഉയർന്ന സ്ഥാനം, ഉയർന്ന ലക്ഷ്യം, ഇതാണ് എന്റെ ജീവിതം. ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക്കിനെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ അന്ന് മോഹിച്ചു. ഫതസവ്വജ്തുഹാ, രാജാവിന്റെ മോളെ ഞാൻ കല്യാണം കഴിച്ചു. ثم طاقت نفسي الى الخلافه, തന്റെ മുമ്പുള്ള ഭരണാധികാരികൾ മുഴുവനും തോന്നിവാസികളായി ജീവിതം കഴിച്ചപ്പോ, ജനങ്ങളുടെ സമ്പത്ത് മുഴുവനും പിടിച്ചുവെച്ച് സുഖലോലുപരായി കഴിഞ്ഞപ്പോ അധികാരം വേണമെന്ന് ഞാൻ കൊതിച്ചു, ഞാൻ ആഗ്രഹിച്ചു, ഖിലാഫത്ത് വേണമെന്ന്. അള്ളാഹു എന്നെ ഖലീഫയായി നിയമിക്കുകയും ചെയ്തു, അമീറുൽ മുഅ്മിനീനായി. അതും അള്ളാഹു എനിക്ക് തന്നു. ഞാൻ ആഗ്രഹിച്ച രണ്ടും തന്നു. ഇനി മൂന്നാമത്തേതൊന്നുണ്ട്, ഞാൻ അതിനാണ് ആഗ്രഹിക്കുന്നത്. സ്വർഗം കിട്ടണമെന്നും എന്റെ ആഗ്രഹങ്ങളിലുണ്ട്. സ്വർഗം കിട്ടണം. ഇവിടെ ഞാൻ രാജാവിന്റെ മകൾ അബ്ദുൽ മലിക് ബിൻ മർവാനിന്റെ മോളെ കല്യാണം കഴിക്കണമെന്ന് കൊതിച്ചു. അള്ളാഹു എനിക്കത് തന്നു. എന്റെ ഭാര്യ ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്കാണ്. എനിക്ക് ഖിലാഫത്ത് വേണമെന്ന് ഞാൻ കൊതിച്ചു, ഞാൻ അധ്വാനിച്ചു, അള്ളാഹു എനിക്ക് തന്നു. ഇനി ഒരു അധ്വാനം കൂടെയുണ്ട് എനിക്ക് ബാക്കി, ഒരാഗ്രഹം കൂടെ ബാക്കിയുണ്ട്. അത് നാളെ അള്ളാന്റെ സ്വർഗം കിട്ടണമെന്നാണ്. അത് അള്ളാഹു തരുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷയെന്ന് ഈ ലോകത്ത് വെച്ച് പറഞ്ഞു പോയ മഹാനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. വലിയ ലക്ഷ്യങ്ങൾ. മഹാനവറുകളോട് പ്രിയപ്പെട്ട മോൻ അബ്ദുള്ള വന്നുകൊണ്ട് പറയുന്നു, 17 വയസ്സുള്ള മോനാ പറഞ്ഞത്, യാ അബതി ഇന്നകൽ യൗമ സൗഫ തുസ്അലു യൗമൽ ഖിയാമ വയുസ്അലു മഅക അഹ്ലു ബൈതിക്. വാപ്പാ, അധികാരം ഏറ്റെടുത്തിരിക്കുകയാണല്ലോ. നാളെ അല്ലാഹു നിങ്ങളെ ജനങ്ങൾക്ക് മുമ്പിൽ ഹാജരാക്കും. അധികാരം ലഭിച്ചിട്ട് എന്താണ് നിങ്ങൾ ചെയ്തതെന്ന് ഉപ്പാ നിങ്ങളോട് അല്ലാഹു ചോദിക്കും. ആ ചോദിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ വീട്ടുകാരായ ഞങ്ങളെ പറ്റിയും അല്ലാഹു നിങ്ങളോട് ചോദിക്കും. ഉപ്പാ, ഓർമ്മ വേണമെന്ന് ആദ്യമായി അധികാരത്തിലേറിയ ദിവസം ബാപ്പയെ ഉപദേശിച്ച മോനാണ് 17 വയസ്സുള്ള അബ്ദുല്ലാഹി ബിൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾക്കൊരു മോനുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവർക്കൊരു മോനുണ്ട്, അബ്ദുള്ള എന്ന മോന്. മുത്തബിഉസ് സുന്നഹ് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു. ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവർക്കും ഒരു മോൻ, അബ്ദുല്ലാഹി ബിൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഫംശി അലൽ ഹഖ്, അതുകൊണ്ട് ഉപ്പാ സത്യത്തിന്റെ വഴിയിലൂടെ നടക്കണം. ഉപ്പാ സത്യത്തിന്റെ വഴിയിൽ ഉപ്പ നടക്കണം. ഫംശി അലൽ ഹഖ് വലൗ വദിഅനാ ഫിൽ ഖുദൂരി തുഗ്ലാ ബിനാ, നമ്മളെ മുഴുവനും ഒരു പാത്രത്തിലിട്ട് തിളച്ച വെള്ളത്തിലേക്ക് നമ്മളെ ആളുകൾ വലിച്ചെറിഞ്ഞാൽ പോലും ഉപ്പ സത്യം വിളിച്ചു പറയണം.
എന്ന് പ്രിയപ്പെട്ട വാപ്പയെ ഉപദേശിച്ച 17കാരനായ മോനെ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഞങ്ങൾ അല്ലാഹുവിനെ ഓർത്ത് സ്തുതിക്കുന്നുണ്ട്. എങ്ങനെ തിളച്ചുമറിയുന്ന വെള്ളത്തിലിട്ട് നമ്മളെ അങ്ങ് പൊരിച്ചെടുത്താൽ തന്നെയും സത്യമേ വിളിച്ചു പറയാവൂ. ഇപ്പൊ വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും പേടിക്കരുത് എന്നതിനർത്ഥം. അതിലൊന്നും പേടിച്ച് ചൂളിപ്പോവേണ്ടതല്ല. ചുടുവെള്ളത്തിൽ മുക്കിയെടുത്താൽ പോലും സത്യമാണെന്ന് ബോധ്യപ്പെട്ടത് ധൈര്യമായിട്ട് നിലകൊള്ളുകയും സത്യം ഏറ്റെടുക്കുകയും അത് വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ ഏതെങ്കിലും കോണുകളിൽ നിന്ന് വല്ല പ്രകമ്പനങ്ങൾ ഉണ്ടായാൽ തന്നെയും അള്ളാഹുവിന്റെ വിഷയത്തിൽ ആക്ഷേപിക്കുന്നവരുടെ ആക്ഷേപങ്ങളൊന്നും വിലപ്പോവില്ലെന്ന് പറയാനുള്ള തന്റെ ഇടം ദീനീ പ്രബോധകന്മാർക്കെന്നുണ്ടാവേണ്ടതുണ്ട്. ഒച്ചപ്പാടുകൾ എവിടെന്നാ ഇല്ലാതിരിക്കുക, പ്രതികരണങ്ങൾ എവിടെന്നാ ഇല്ലാതിരിക്കുക, ആക്ഷേപങ്ങൾ എവിടെന്നാ ഇല്ലാതിരിക്കുക. മിണ്ടുന്നവരോട് ആക്ഷേപിക്കുന്നവർ കാണും. എന്തെങ്കിലും വിളിച്ചു പറയുമ്പോഴല്ലേ ആർക്കെങ്കിലും ആക്ഷേപിക്കേണ്ടി വരികയുള്ളൂ. മിണ്ടാത്തവർക്ക് എന്താ ആക്ഷേപം? പക്ഷേ സത്യമാണെന്ന് ബോധ്യപ്പെട്ട പരമമായ സത്യങ്ങൾ ഒരാളെയും കൂസാതെ ഒരാളെയും പേടിക്കാതെ വിളിച്ചു പറയാനുള്ള തന്റെ ഇടം ഉപ്പാ നിങ്ങൾക്ക് വേണമെന്ന് പ്രിയപ്പെട്ട വാപ്പ അധികാരസ്ഥനായപ്പോ വാപ്പയെ ഉപദേശിച്ചു പോയ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് മുഅ്മിനീങ്ങളെ നമുക്ക് മാതൃകയാണത്. ഫംശി അലൽ ഹഖ്, ഉപ്പാ ഹക്കിന്റെ മാർഗത്തിലാണ് അങ്ങ് ചരിക്കേണ്ടത്, സത്യത്തിന്റെ മാർഗത്തിൽ. അത് പക്ഷേ ചില ആളുകൾക്ക് പിടിച്ചില്ലെന്ന് വരും. ചില സത്യം തുറന്നു പറയുമ്പോൾ ചില കോണുകളിൽ പ്രകമ്പനങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നറിയാം. ചിലർക്ക് പിടിക്കുന്നില്ലെന്നറിയാം. ഇത് ഞങ്ങളെയാണോ ആക്ഷേപിക്കുന്നു തോന്നുന്നുണ്ടാകാം. പക്ഷേ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയേണ്ടതുണ്ട്. വ്യക്തിയാക്ഷേപങ്ങളല്ല, ആരെയും ഇടിച്ചു താഴ്ത്തുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. പരമമായ സത്യങ്ങൾ വിളിച്ചു പറയേണ്ടി വരും. അതൊരു പക്ഷേ കൈപ്പുള്ള സത്യമായിരിക്കാം. പക്ഷേ ഒരു പ്രബോധകൻ ചൂളിപ്പോവാൻ പാടുള്ളതല്ല. ചുടുവെള്ളത്തിൽ മുക്കിയെടുത്താൽ പോലും ഉപ്പാ നിങ്ങൾ പതറരുത് എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട മോൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവാണ് നമ്മുടെ മാതൃക. അല്ലാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. സത്യത്തിൽ ഉറച്ചു നിന്ന് ഈ ഉമ്മത്തിന്റെ മുമ്പിൽ നേരും നെറികേടും എന്താണെന്ന് തിരിച്ചറിയാൻ, സത്യവും അസത്യവും എവിടെയാണെന്ന് തിരിച്ചു മനസ്സിലാക്കാനുള്ള തന്റെ ഇടം ഈ ഉമ്മത്തിന് ലഭിക്കാൻ നമ്മൾ സത്യത്തിൽ ഉറച്ചു നിൽക്കേണ്ടവരാണ്. പതറിപ്പോവരുത്. ആക്ഷേപങ്ങളുണ്ടാകും, പരിഹാസ്യങ്ങളുണ്ടാകും, വളരെ നിസ്സാരപ്പെടുത്തിയുള്ള കമന്റുകൾ വരാം. ഇതൊക്കെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒതുങ്ങി നിൽക്കുന്ന സംഗതികളാ. ചുടുവെള്ളത്തിൽ മുക്കിയെടുത്താൽ പോലും സത്യമല്ലാതെ മറ്റൊന്നും വിളിച്ചു പറയരുതേ ഉപ്പാ എന്ന് ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് ബാപ്പയെ ഉപദേശിച്ചു കൊടുത്ത ഈ ഉമ്മത്തിന്റെ 17 വയസ്സുള്ള ചുണക്കുട്ടിയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.